നമ്മുടെ കൂടെ അഞ്ജലി ഉണ്ട്. ഡാൻസ് പെർഫോമർ ആണ്, റാപ്പറുമാണ്. റാപ്പിൽ നമുക്ക് തുടങ്ങാം. അഞ്ജലി, വെൽക്കം. താങ്ക് യു. അഞ്ജലി എപ്പോഴാ ഈ റാപ്പിന്റെ ഒരു അസുഖം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിയത് എപ്പോഴാ? അത് സത്യം പറയുകയാണെങ്കിൽ റാപ്പ് എന്നുള്ള രീതിയിലല്ല, നമ്മൾ ലോക്ക്ഡൌണില് കുറെ സമയം കിട്ടിയല്ലോ എല്ലാവർക്കും. ആ സമയത്ത് ഞാനിങ്ങനെ പാട്ട് പോലെയൊക്കെ എഴുതിയിരുന്നു. റാപ്പായിട്ടെന്ന് പറയാൻ പറ്റില്ല, ഞാൻ ഈ പ്രാണികളെ പറ്റിയിട്ടൊക്കെ വെറുതെ ഇങ്ങനെ എഴുതുമായിരുന്നു. അങ്ങനെ എഴുതി ഒരു പ്രാവശ്യം ഇങ്ങനെ റെക്കോർഡ് ചെയ്ത സമയത്ത് വീട്ടിലും അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഇഷ്ടമായി. അങ്ങനെ അത് ഷെയർ ചെയ്ത് നോക്കിയപ്പോ കുറെ പേര് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഇതിനൊരു തുടക്കം സത്യം പറയുകയാണെങ്കിൽ. അപ്പൊ അതിന്റെ ഒരു ഫോം എങ്ങനെയായിരുന്നു? അതായത് ഒരു കവിത പോലെയായിരുന്നു വന്നതൊക്കെ? മ്യൂസിക് എങ്ങനെയാ? അതിന്റെ ആ റിഥം എങ്ങനെയായിരുന്നു? അയ്യോ, അങ്ങനെ ഒരു എന്താ പറയാ, വലിയൊരു കവിത എന്നുള്ള രീതിയിലല്ല. എനിക്ക് ഇങ്ങനെ മനസ്സ് തോന്നില്ല. നമുക്കിങ്ങനെ ഒരു ജീവി അല്ലെങ്കിൽ ഒരു പ്രാണിനൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇതെന്തെങ്ങനെ, അല്ലെങ്കിൽ ഏ, ആ, അങ്ങനെ തോന്നുന്ന കുറച്ച് തോന്നലുകളില്ല, അതൊക്കെ ഒന്ന് എഴുതിയത് മാത്രം. കേട്ടിരുന്നു ഈ കൊതുക് പോലെയുള്ള ജീവികളെ കുറിച്ചൊക്കെ ആയിരുന്നു തോന്നുന്നു. പിന്നെ ഈ കൊതുകിന്ന് അതെ, തുടങ്ങാൻ തോന്നണോ? കൊതുകില്ല. അതെ, ഒരു റാപ്പായിട്ട് എഴുതിയത് കൊതുകാണ്. ഞാനൊരു 3 വരി നമ്മൾ മനസ്സിൽ ഇങ്ങനെ വരുമല്ലോ. എനിക്ക് പൊതുവെ അങ്ങനെയാണ് സംഭവിക്കാറാണ്. ഞാൻ ഇങ്ങനെ എഴുതാറൊന്നുമില്ല, ഇരുന്നിട്ട് എഴുതുക അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ തോന്നും എന്തെങ്കിലുമൊക്കെ വരികൾ, അപ്പൊ അത് ചുമ്മാ അതിനനുസരിച്ച് പിന്നെ കണക്ട് ചെയ്ത് ലൈൻസ് ഉണ്ടാകും. അങ്ങനെ കൊതുക് ശരിക്കും പറയുകയാണെങ്കിൽ, കൊതുകെ നീ എന്നെ കടിച്ചു, ഞാൻ അടിച്ചു, നീ മരിച്ചു, ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്ന് പിന്നെ കണക്ട് ചെയ്ത് ലൈൻസ് ആയി വന്നു. അപ്പൊ അത് ഞാൻ പാടാം. കൊതുകെ ഇജിനോട് ക്ഷമിക്കോ? കൊതുകെ ഇജിനോട് ക്ഷമിക്കോ? ഇജി കടിച്ച് ഞാൻ അടിച്ച് ഇജി മരിച്ച്, ഐ എം റിയലി സോറി. വന്നിട്ട് കുത്തിയിട്ട് ചോര കുടിച്ചത് പോരാഞ്ഞിട്ട് ചെവിയില് മൂളിയിട്ട് ഒപ്പനെ കള്ളിപ്പിച്ച് നോക്കിന്ന് ചിരിക്കണ കൊതുകെ, സൈക്കോ കൊതുകെ ഇജിനോട് ക്ഷമിക്കോ? കൊണിലൊളിച്ച് കയ്യിൽ പിടിച്ച് ഞാൻ ഞെരിച്ച്, ഐ എം റിയലി സോറി. ബാറ്റിട്ട് വീശിയിട്ടും കുന്തിരിക്കം പുകച്ചിട്ടും പോകാനിട്ട് വലയിട്ട് മൂടിയിട്ടും തക്കം നോക്കി തിക്കി കയറി നട്ടം തിരിപ്പിച്ച് കുത്തിപ്പറക്കണ കൊതുകെ, സൈക്കോ കൊതുകെ ഇതിനോട് ക്ഷമിക്കോ? അങ്ങനെ ഇതിന് കിട്ടിയ പ്രോത്സാഹനങ്ങൾ എങ്ങനെയായിരുന്നു? നല്ല പ്രോത്സാഹനമായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചിട്ട് കുറെ പേരൊക്കെ കളിയാക്കുന്നൊക്കെയാ. പക്ഷെ എല്ലാവർക്കും ഇഷ്ടമായി. അവര് ചില സമയത്ത് ഈ പറഞ്ഞ പോലെ റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. കൊതുക് ബുദ്ധിമുട്ടിക്കുന്നതിനെ പറ്റിയിട്ടൊക്കെ എല്ലാവർക്കും ചിലപ്പോ കണക്ട് ആവുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നല്ല പ്രോത്സാഹനം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ പ്രാസം ഒപ്പിച്ചുള്ള വാക്കുകൾ വരുന്നു, വരികൾ വരുന്നു. ഈ റാപ്പ് ആവണേന്റെ ഒരു പ്രോസസ് എന്താ? നമ്മളിങ്ങനെ വെറുതെ പ്രാസം ഒപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ, കണക്ട് ചെയ്തിട്ട് തന്നെ പോണ്ടേ. അപ്പൊ അങ്ങനെ അതിനനുസരിച്ച് ചിലപ്പോ ഇതെല്ലാം ഒറ്റയടിക്ക് എഴുതുന്നതായിരിക്കില്ല, അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തതായിരിക്കില്ല. ചിലപ്പോ കുറെ കാലങ്ങൾ എടുത്തിട്ട് ആഡ് ചെയ്ത വരികളായിരിക്കും. ഞാൻ ആദ്യം പാടുമ്പോ ഈ ബാറ്റിട്ട് വീശിട്ടൊന്നും ഇല്ല, അതൊക്കെ പിന്നെ പിന്നെ ഉണ്ടായി വന്നതാണ്. അപ്പൊ അങ്ങനെ ഒറ്റയടിക്ക് ഇരുന്നിട്ട് എഴുതുക അങ്ങനെ പരിപാടികളില്ല. എപ്പോഴാണോ മനസ്സിലേക്ക് എന്തെങ്കിലും നല്ല വരികൾ വരുന്നത് അത് ഇതിനിങ്ങനെ ആഡ് ചെയ്തോണ്ടിരിക്കും. അത്ര തന്നെ. അതാണ് ഇതിന്റെ ഒരു പ്രോസസ്. ഈ ആർട്ട് ചേരേണ്ട സാഹചര്യം എന്താ? പൊതുവെ ഈ ആർട്ട് എന്ന് പറയുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവുന്ന അറിയില്ല, എനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാവില്ല. മൂവ്മെന്റ് ആർട്സ് എന്നാണല്ലോ. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് എത്തരം പെർഫോമൻസ് ആണ്? എങ്ങനെയുള്ള ആളുകൾക്ക് ആണ് അത് ആസ്വദിക്കാൻ പറ്റുക? ഈ പറഞ്ഞ പോലെ എനിക്കും അറിയുന്നുണ്ടായിരുന്നില്ല ആട്ടക്കളരിനെ പറ്റിയിട്ട്. ഞാനൊരു ഫ്രണ്ട് വഴിയാണ് ആട്ടക്കളരിനെ പറ്റിയിട്ട് അറിയുന്നത്. നമ്മൾ ഇവിടെ കൂടുതലായിട്ടും ക്ലാസിക്കൽ ഡാൻസ് ഫോംസ് ആണ് കേരളത്തിൽ, എസ്പെഷ്യലി ഈ കലാമേളയ്ക്കൊക്കെ വേണ്ടിയിട്ട് കോമ്പറ്റീഷൻ എന്നുള്ളത് കൊണ്ട് തന്നെ ക്ലാസിക്കൽ ഡാൻസ് പെർഫോമൻസസ് ഒക്കെയാണ് കൂടുതൽ ഇവിടെ എൻകറേജ് ചെയ്യപ്പെടുന്നത്. പക്ഷെ അതിനപ്പുറത്തേക്ക് മൂവ്മെൻറ്റ് ആർട്സിൻ്റെ ഒരു സാധ്യതകൾ എന്തൊക്കെയാണ്, കണ്ടംപററി ഡാൻസ് ഫോം എങ്ങനൊരു ഡാൻസ് ഫോം, അതിനെ ബാക്കിയുള്ള ലോകം എങ്ങനെയാണ് കാണുന്നത്, നമ്മളുടെ ഒരു ബോഡി വൊക്കാബുലറി നമ്മളായിട്ട് എക്സ്പ്ലോർ ചെയ്ത് കണ്ടെത്തുന്നത് എങ്ങനെ, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതിനൊക്കെ ഒരു അവസരം ഉണ്ടാക്കി തരുന്നതാണ് ആർട്ടക്കളരി എന്ന് പറയുന്നത്. അവിടെ 2 വർഷത്തെ ഡിപ്ലോമ കോഴ്സാണ് ഞാൻ ചെയ്തത്. ആ ഇയറിലായിരുന്നു 2016-17 അത് 2 വർഷം ആയിട്ടുണ്ടായിരുന്നത്. സാധാരണ 1 വർഷമാണ് നടത്താറ്. അപ്പോൾ ആ 1 വർഷത്തിൽ നമുക്ക് അവർ ചെയ്തു തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും ഒരു ബേസിക്സ് ആണ്. അതായത് ഇപ്പോൾ ക്ലാസിക്കൽ ഡാൻസിനാണെങ്കിൽ ഭരതനാട്യത്തിൻ്റെ ബേസിക്സ് നമ്മൾ പഠിപ്പിക്കും. അതുപോലെ തന്നെ ബാലെ,
ബാലയുടെ ബേസിക്സ് പഠിപ്പിക്കും, പിന്നെ കണ്ടംപററി ടെക്നിക്സ് പഠിപ്പിക്കും, അതുപോലെ തന്നെ ചാവ്, കൂടിയാട്ടം, അങ്ങനെ പല സ്റ്റൈൽസിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് മനസ്സിലാക്കി തരും ഇൻ എ ഇയർ. നമ്മൾക്ക് എന്നിട്ട് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ എന്താണ് നമ്മളുടെ ബോഡിയിൽ വരുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെ ഒരു കണ്ടെത്തൽ, അതിനുള്ളൊരു അവസരമാണ് ശരിക്കും പറയുകയാണെങ്കിൽ ആട്ടക്കളരി. അവിടെ പഠിച്ച പല സ്റ്റുഡൻസും ഇന്ന് ഇൻ്റർനാഷണൽ ലെവൽസിൽ വലിയ വലിയ ഡാൻസ് കമ്പനീസിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്, ആട്ടക്കളരി തന്നെ റെപ്പട്രിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, വലിയ വലിയ സ്റ്റേജസ് പെർഫോമൻസുകൾ അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെ പറ്റിയിട്ടൊന്നും അധികം കേരളത്തിലെ കുട്ടികൾക്ക് ഇപ്പോൾ അറിഞ്ഞു വരുന്നു എന്ന് തോന്നുന്നു. ആ സമയത്ത് അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ എന്തുകൊണ്ടൊക്കെയോ എങ്ങനെയൊക്കെയോ എനിക്കൊരു അവസരം കിട്ടി. അവിടെ ചെയ്തതിന് ശേഷമാണ് ഇത്രയും വലിയൊരു ലോകം ഈ ഒരു ഡാൻസ്, കണ്ടംപററി ഡാൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വലിയൊരു വേൾഡ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നതും, പിന്നെ അതിനകത്തേക്ക് കുറച്ചും കൂടെ ഇൻവോൾവ് ചെയ്യാൻ തുടങ്ങിയതൊക്കെ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാനൊരു ക്ലാസിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആളാണ്, പക്ഷെ ഞാനിപ്പോഴും ആ ഒരു കണ്ടെത്തൽ പ്രോസസ്സിലാണെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ സ്വന്തമായിട്ട് പ്രൊഡക്ഷൻസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, സോളോ പെർഫോമൻസസ്, എൻ്റെ സ്വന്തമായിട്ടുള്ള ഒരു വൊക്കാബുലറി അല്ലെങ്കിൽ ബോഡി ലാംഗ്വേജ് അത് കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെയുള്ള ഒരു വലിയൊരു അവസരം തന്നെയാണ്. നോട്ട് ഓൺലി ഡാൻസിന് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് അതിൻ്റെ ടെക്നിക്കൽ വശങ്ങളെ പറ്റിയിട്ട്, ലൈറ്റ്, മ്യൂസിക്, കൊറിയോഗ്രഫി, സ്റ്റേജ് മാനേജ്മെൻറ്റ്, എവറിത്തിങ് അവിടെ എല്ലാം നമുക്ക് പഠിപ്പിച്ചു തരും. അതിനുള്ളൊരു ബിഗ് ഓപ്പർച്യൂണിറ്റിയാണ് ശരിക്കും പറയുകയാണെങ്കിൽ ആട്ടക്കളരി. പിന്നീട് എഴുതിയ റാപ്പ് ഏതായിരുന്നു? അതിന്റെ സാഹചര്യം എന്തായിരുന്നു? ശരിക്കും പറഞ്ഞാൽ ഞാൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എഴുതിയിട്ടുള്ള ആ റാപ്പാണ് ഇപ്പോൾ അത്യാവശ്യം റീച്ച് ആയിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിന് ശേഷം ഒന്നും എഴുതിയിട്ടില്ല, അതിന് മുന്നെയാണ് എഴുതിയിട്ടുള്ളത്. അതിന് മുന്നേ എഴുതിയതിൽ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ട് തോന്നിയത് കാക്ക എന്ന് പറഞ്ഞിട്ടൊരു റാപ്പാണ്. അത് എഴുതാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ കുറച്ച് പഴഞ്ചൊല്ലുകൾ എന്തോ പറഞ്ഞതോ കേട്ടതോ അങ്ങനെ എന്തോ പഴഞ്ചൊല്ലുകളെ പറ്റിയിട്ട് എന്തോ ഒരു ഡിസ്കഷൻ്റെ സമയത്ത് പെട്ടെന്ന് എന്തുകൊണ്ട് കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ്, അല്ലെങ്കിൽ കാക്ക കുളിച്ചാൽ കൊക്കാകുമോ, അങ്ങനെ ചിന്തിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ കാക്കയ്ക്ക് ഇത് കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവും എന്ന് തോന്നി. കാക്ക അതിന് മറുപടി പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള രീതിയിൽ പഴഞ്ചൊല്ലിൽ പതിരുണ്ട് എന്ന് പറഞ്ഞിട്ട് എഴുതിയതാണ്. അപ്പോൾ അത് ഞാൻ പാടാം. ഹലോ മൈ ഡിയർ മനുഷ്യന്മാരെ, എൻ്റെ പേര് കാക്ക. ഒരു കാര്യം പറയാനുണ്ട്, വേഗം നിർത്തും വാക്ക. നിങ്ങൾക്ക് എന്തേം പറയാനുണ്ടെങ്കിൽ അത് ഞാനും കേൾക്കാം. ഞാൻ പറയുന്നതിനിടയിൽ കല്ലെടുത്തെറിഞ്ഞാൽ നിങ്ങളെ കാര്യം പോക്ക. കാക്ക കുളിച്ചാ കൊക്കാകൂല എന്ന് പലവട്ടം നിങ്ങൾ പുച്ഛിക്കണ കേട്ടു. കുളിച്ചിട്ട് കൊക്കാവാൻ നോക്കുന്ന കാക്കേനെ ഒരു വട്ടം നിങ്ങൾ നേരിട്ട് കാട്ടും. ഇങ്ങനെ അപവാദം പറയണ നേരത്തെ ഒരു വാക്ക് എന്നോട് ചോദിച്ചു നോക്കൂ. കാക്കയായി ജനിച്ചു, കാക്കയായി മരിക്കും, ചൊല്ലുകൊണ്ട് വന്നാൽ തലകുത്തി പൊളിക്കും. ഒരു കാക്ക അവിടെ എഗ്രി ചെയ്തിട്ടുണ്ട്. ദൈവത്താണ് ഞാനുള്ള ജാനുവിനെ കൊന്നത്. ഒരു സ്റ്റേജ് ഡാൻസ് പെർഫോമർക്ക് ആക്ടിംഗ് എന്ന് പറയുന്നത് വലിയ പുതിയൊരു കാര്യമായിരിക്കില്ലായിരിക്കും, കുറച്ചുകൂടി ഈസി ആയിരിക്കും ഒരു പക്ഷേ. ആക്ടിങ്ങിലേക്ക് വരുന്നത് എപ്പോഴാണ്? ആക്ടിങ്, അതെ, തീർച്ചയായിട്ടും ഡാൻസിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ആക്ടിങ്. പിന്നെ ഞാനങ്ങനെ ക്ലാസിക്കൽ പഠിച്ചത് സത്യവ്രത മാഷെടുത്താണ്, കലാമണ്ഡലം സത്യവ്രത മാഷെടുത്ത്, കോഴിക്കോട് തന്നെ. അപ്പോൾ മാഷിൻ്റെ കൂടെ ഇതുപോലെ തന്നെ ഡാൻസ് ഡ്രാമാസും കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു ആ സമയത്ത്. പിന്നെ അത് കഴിഞ്ഞിട്ട് മാതാ പേരാമ്പ്ര എന്ന് പറഞ്ഞിട്ട് കനകദാസ് സാർ നടത്തുന്ന മാതാ പേരാമ്പ്രയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെയും ഈ പറഞ്ഞ പോലെ കവിത, വിഷ്വലൈസേഷൻ, തിയേറ്റർ ഒക്കെ തന്നെയായിരുന്നു. പക്ഷേ എങ്കിലും ഒരു കുറച്ചും കൂടെ തിയേറ്ററിനെ അടുത്തറിയാൻ ഞാൻ ഇപ്പോഴാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ചിലങ്ക എന്ന് പറഞ്ഞിട്ട് ഒരു തിയേറ്റർ ലാബുണ്ട്, എൻ്റെ ഒരു ഫ്രണ്ട് ചെയ്യുന്നതാണ്, ദിലീപ് ചിലങ്ക. ദിലീപ് ഓൾറെഡി സ്കൂൾ ഓഫ് ഡ്രാമ കഴിഞ്ഞിട്ട് അവിടെ PG കഴിഞ്ഞിട്ട് ആട്ടക്കളരിയിൽ എൻ്റെ ബാച്ച്മേറ്റ് ആയിരുന്നു. അങ്ങനെ ദിലീപ് വഴിയാണ് ഞാനിങ്ങനെ ഒരു തിയേറ്ററിലേക്ക് എത്തിപ്പെടുന്നത്. അങ്ങനെ മൂവ്മെൻറ്റ്സ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ തിയേറ്ററിൻ്റെ സാധ്യതകളൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ചിലങ്കയിൽ ജോയിൻ ചെയ്യുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ ദിലീപ് വഴി കൂടുതൽ കണക്ഷൻസ് ഒക്കെ ആവുകയും അങ്ങനെ തിയേറ്റർ പെർഫോമൻസുകളൊക്കെ ചെറുതായിട്ട് ചെയ്തു തുടങ്ങുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ അതുകൊണ്ട് തന്നെ വലിയൊരു അങ്ങോട്ട് തിയേറ്ററിലേക്ക് കടന്നു എന്ന് കംപ്ലീറ്റ്ലി പറയുന്നില്ല, ഒരു ചുവട് വെച്ചു എന്ന് പറയാം, ഫസ്റ്റ് സ്റ്റെപ്പ് എന്നോണം കടന്നിരിക്കുകയാണ്. ഞാനാണ് ദൈവത്താണ് ഞാനല്ല ജാനുവിനെ കൊന്നത്.
എനിക്ക് അതിലൊരു പങ്കുമില്ല. ഇപ്പൊ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് എന്ന് പറയാവുന്ന ഒരു റാപ്പ് ഉണ്ടല്ലോ, അതൊന്ന് പാടി നോക്കിയാലോ? തീർച്ചയായിട്ടും. എൻ്റെ പൊന്നു നാട്ടുകാരെ ഞാനിട തുടക്കം, എന്നെ കെട്ടിക്കാണാനെന്താ നിങ്ങൾക്ക് ഇത്ര തിടുക്കം, 2 മണി ബച്ചിനാണിൽ ഞാൻ വെച്ച് കൊടുക്കും, നിങ്ങളെ വഴിക്കെന്നെ നോക്കണ്ട നിന്ന് നിന്ന് മടുക്കും, എവിടെ വെച്ച് കണ്ടാലൊന്ന് നിന്ന് ചിരിക്ക്, സുഖമല്ലേ സന്തോഷല്ലേ ഏതേലൊക്കെ ചോദിക്ക്, ഇത് കെട്ടാനാകോ പറയാനാകോ കുട്ടി നോക്കാൻ ആക്കണ്ടാവോ, വയസ്സാം കാലത്ത് നിന്നെ നോക്കാൻ താങ്ങും തള്ളയാളുണ്ടാകും, ഇന്നെന്തെന്നറിയില്ല പിന്നെയല്ലേ നാളെ, അടിമുടി തളർത്താതെ വിടിച്ചേച്ചി ഇയാളെ. ഇത് ന്യൂ ജനറേഷൻ എന്താ പറയുക, നെഞ്ചോട് ചേർത്ത് സ്വീകരിച്ചിട്ടുണ്ടാവാൻ വഴിയുണ്ടല്ലോ. അങ്ങനെയാണ് ഞാൻ കമന്റുകളൊക്കെ വായിക്കുമ്പോ മനസ്സിലാക്കുന്നത്. ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് തോന്നുന്നു. ഇപ്പോൾ ഈ അവതരിപ്പിക്കുന്ന റാപ്പ് കുറച്ചുകൂടി ഓർക്കസ്ട്രേഷനോടുകൂടി അവതരിപ്പിച്ച ഗംഭീരായിരിക്കില്ലേ? അങ്ങനെയുള്ള ആലോചന ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ അങ്ങനെയൊന്നും ആഗ്രഹിച്ചിരുന്നില്ല, പക്ഷേ നല്ല റെസ്പോൺസ് കിട്ടി തുടങ്ങുമ്പോൾ നമുക്ക് അങ്ങനെ ആഗ്രഹങ്ങളൊക്കെ വരുമല്ലോ. അങ്ങനെ ഫ്രണ്ട്സൊക്കെ എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട് ഈ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നത്. പക്ഷെ അതിനെ പറ്റിയിട്ട് സീരിയസ് ആയിട്ട് ചിന്തിക്കാത്തതുകൊണ്ടായിരിക്കും ഇതുവരെ നടക്കാഞ്ഞത് തോന്നുന്നു. പക്ഷെ ഇപ്പോൾ ആളുകൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് തോന്നുമ്പോൾ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പം നമ്മളിങ്ങനെ സംസാരിക്കുന്നു, എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ അത് നടക്കട്ടെ എന്ന് വിചാരിക്കുന്നു. അങ്ങനെ വളരെ സന്തോഷം ഇങ്ങനെ സംസാരിക്കാൻ പറ്റിയതിൽ. ഒരുപാട് അവസരങ്ങൾ ഉണ്ടാവട്ടെ, ഒരുപാട് പാട്ടുകൾ വരട്ടെ, ഒരുപാട് റാപ്പ് വരട്ടെ, എല്ലാവരും അംഗീകരിക്കട്ടെ. എല്ലാ ആശംസകളും. താങ്ക് യു സോ മച്ച്. ഇങ്ങനെ കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു. നിങ്ങളെ വഴിക്കെന്നെ നോക്കണ്ട നിന്ന് നിന്ന് മടുക്കും, എവിടെ വെച്ച് കണ്ടാലൊന്ന് നിന്ന് ചിരിക്ക്, സുഖമല്ലേ സന്തോഷല്ലേ ഏതേലൊക്കെ ചോദിക്ക്, ഇത് കെട്ടാനാകോ പറയാനാകോ കുട്ടി നോക്കാൻ ആക്കണ്ടാവോ, വയസ്സാം കാലത്ത് നിന്നെ നോക്കാൻ താങ്ങും തള്ളയാളുണ്ടാകും, ഇന്നെന്തെന്നറിയില്ല പിന്നെയല്ലേ നാളെ, അടിമുടി തളർത്താതെ വിടിച്ചേച്ചി ഇയാളെ.